ഹായ് ഗൈസ്, ഞാൻ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. വേറൊന്നുമല്ല, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കുവാണ്. ഓഫീസിലെ എത്നിക് ഡേക്ക് വേണ്ടി റെഡിയാവുകയാണ്. ഇപ്പോൾ ഈ സാരിയുടെ പുറകിലൊരു കഥയുണ്ട്. ഞാൻ പണ്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആറാട്ട് ശിവേലിയൊക്കെ നടക്കുമ്പോൾ ഇത് 2002 2003 കാലഘട്ടത്തിലാണ്. ഇൻസ്റ്റാഗ്രാമും സ്റ്റോറീസും അടിപൊളിയായിട്ട് ട്രെൻഡിങ് സ്റ്റൈൽസും ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ അല്ലെങ്കിൽ ആറാട്ടിനും ശിവേലിക്ക് വരുന്ന വേറെ വേറെ ചേച്ചിമാർ അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് വരുന്നത് കാണുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ രണ്ട് ചേച്ചിമാരുണ്ട്, സിന്ധു മഞ്ജു എന്ന് പറഞ്ഞാൽ. അടിപൊളിയായിട്ട് ഒരുങ്ങും. അപ്പോൾ അവരുടെ കയ്യിൽ മെയിൻലി ഈ കോട്ടൺ ചുരിദാർസും സാരീസും ഒക്കെ അങ്ങനെ ഇട്ട് കാണുമ്പോഴാണ് നമ്മൾ അങ്ങനെ, ഓ ഇതുപോലെ വാങ്ങണം, ഇതുപോലെ എന്താ വാങ്ങിക്കാത്തത്. നമ്മളപ്പോൾ അന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ അത്ര വലിയൊരു സമ്പത്തില്ലായിരുന്നു. സാമ്പത്തിക സ്ഥിതി അത്ര വലിയ അടിപൊളിയൊന്നും അല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞുകൂടി പോകുന്നൊരു കാലഘട്ടം. അപ്പോൾ ഞാൻ വിചാരിക്കും വലുതാവുമ്പോൾ ഇതേപോലത്തെ സാരി വാങ്ങിച്ചിടണം, ഇതേപോലത്തെ ഒരു എന്താ പറയുന്ന ഫ്രോക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സൽവാറൊക്കെ വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, എന്നാൽ പിന്നെ ഞാൻ എത്നിക്കിലേക്ക് പോയി കുളിച്ചിട്ട് വരാം. ബൈ.